Sex determination in animals. അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ sexuality is a character. It's a unique character of eukaryotes from yeast to human. Unique ആയിട്ടുള്ള ഒരു character തന്നെയാണ് sexuality. Sexually reproducing organisms and asexually reproducing organisms that we know. What is the difference between both these? All these we know. But here the sexuality, that is one of the unique feature of all eukaryotes. So the eukaryotes are included from the yeast to the highest level, that is humans. And different scientists studied about the sex determination, methods of sex determination, and also they were studied about the what is sex genes, sex chromosomes, and where are these chromosomes are present, or the genes are located in which chromosome. All these are studied by different scientists, and they are put forward at different types of theories based on the sex determination. When and where the sex is determined. The starting of sex determination is happened from where? അങ്ങനെ ഒരു കാര്യം എല്ലാ സയന്റിസ്റ്റുകളും അല്ലെങ്കിൽ പല സയന്റിസ്റ്റുകൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാണ് ഈ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മൾ കേൾക്കാറുള്ളതാ സാധാരണ ഒരു കുട്ടി ജനിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്താണ്? അയ്യോ കുട്ടി ആണാവണേ, അല്ലെ കുട്ടി പെണ്ണാവണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന ശരിയാണോ? അല്ലെ ഈ പ്രാർത്ഥന കൊണ്ട് എന്തർത്ഥമാണുള്ളത്? നമ്മൾ അറിയുന്നതിനൊക്കെ മുന്നേ തന്നെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞോ? അതോ ഈ കുട്ടി പുറത്തു വന്നിട്ടാണോ ഡിറ്റർമിൻ ചെയ്യുന്നത്? അതോ അകത്തിരുന്ന് നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ കേട്ടതിന് ശേഷം കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണോ നടക്കുന്നത്? ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ വി ഹാവ് ടു സ്റ്റഡിഡ് അബൌട്ട് ദ ടൈം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ദാറ്റ് ഈസ് അവർ എയിം ആണ്. ഇപ്പൊ പറയാൻ പോകുന്നതിന്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അതാണ്. ഏതായാലും നമ്മൾ ഈ പറയുന്ന പോലെയുള്ള സംശയങ്ങൾ പല സയന്റിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു അറ്റ് ദ ഏർലി പീരീഡ് ഓഫ് investigation, and the different theories based on the sex determination was pregamic, syngamic, and epigamic. These are the three famous theories about the time of sex determination. See, what is pregamic? Pre എന്ന് പറയുമ്പോഴേ കേൾക്കുമ്പോഴേ നമുക്കറിയാം മുമ്പാണ് അല്ലെ? എന്തിനു മുമ്പാണ്? Before fertilization, that is pregamic. That means at the time of gametic level. That means it is in the time of formation of egg and ovum. എഗ്ഗും ഓവവും ഡെവലപ്പ് ചെയ്യുന്ന പീരീഡ്, അതാണ് ഗാമെറ്റിക് ലെവൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് പറയുന്നത് ബിഫോർ ഫെർട്ടിലൈസേഷൻ. അതാണ് പ്രീഗാമിക് തിയറി പറയുന്നതെങ്കിൽ സിംഗാമിക്, സിങ്ക് എന്ന് പറയുമ്പം എന്താ നമുക്കറിയാം, ഫ്യൂഷൻ ആണ് അവിടെ പറയുന്നത് അല്ലെ? എന്തായിരിക്കും? അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. See, what is the meaning? The determined at the zygotic level means both the gametes, egg and sperm, fuse together and form a single cell. That is the first diploid cell called zygote. So this zygote that determine the sex of an organism. That is the second theory. And the third one is epigamic, means after the fertilization. After the fertilization of the egg, അല്ലെങ്കിൽ ഈ എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്തതിന് ശേഷം ആണ് ഇത് നടക്കുന്നത്. അറ്റ് ദ എംബ്രിയോണിക് ലെവൽ, എംബ്രിയോണിക് ലെവലിലാണ്. അപ്പൊ ഫ്രം ദ സൈഗോട്ട് ഓൺവേർഡ്സ് ഓർ ആഫ്റ്റർ ദ formation of the zygote. We know the zygote first divided into 2 and then into 4, 8 like that. So that is the early division, mitotic division of the zygote. And this leads to the formation or the completion of the organism. ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ആകാനായിട്ട് ഉള്ള ഫസ്റ്റ് സ്റ്റേജസ് ആണ് ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏതോ ഒരു സ്റ്റേജിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ഈ സൈഗോട്ട് ഉണ്ടായതിനു ശേഷം എപ്പോഴോ ഒരു സ്റ്റേജിലാണ് ഈ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് കുറച്ച് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഫേമസ് തിയറീസ് അബൌട്ട് ദ സെക്സ് ഡിറ്റർമിനേഷൻ, ടൈം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. സോ വി ഹാവ് ടു ഗോ ത്രൂ ദ theories. The first, the mechanism of sex determination. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടൈം ഇങ്ങനെ. ഇനി നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഇതിന്റെ
ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും, ഈ തിയറീസിനകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമ്മൾ കാഷ്വൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രീഗാമിക്കിനകത്ത് ഒരു അർത്ഥമുണ്ട്. അതിനകത്ത് എന്താ ഉള്ളത്? അതിനകത്ത് എഗ്ഗിനകത്തായാലും സ്പേമിനകത്തായാലും either X or Y in the case of XY ഓർഗനൈസേഷൻ ഉള്ളത്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ, അതിനകത്ത് വരുന്നതിനകത്ത് നമ്മൾ എക്സും വൈയും വെച്ച് റെഫർ ചെയ്യുന്നതിനകത്ത് വരുമ്പോ എന്താണ്, ഈ ഒരു എഗ്ഗിനകത്ത് ഒരു സ്പേമിനകത്തും either X or Y ആയിരിക്കും അതിനകത്ത് ഉള്ളത്, ഇല്ലേ? ഇപ്പോഴറിയാം ഈ രണ്ട് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് എക്സ് ഇതിന്റെ ഫ്യൂഷൻ ആണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫ്യൂഷൻ ഏത് എക്സും കൂടെ ആണോ ജോയിൻ ചെയ്തത്, എക്സും വൈയും കൂടെ ആണോ കമ്പൈൻ ചെയ്തത്, ഇതിന്റെ ബേസിസിലാണ് ഒറിജിനലി എന്ത് പറയുന്നത്, സെക്സിനെ പറയുന്നത്. അതാണ് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് തിയറി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സിംഗമിക് തിയറി ആയിരിക്കണം, അല്ലെ? ആ ഫ്യൂഷൻ നടക്കുന്ന ടൈമിലാണ് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ. Fertilization is the fusion of male and female gamete or ovum and sperm എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇല്ലേ? അത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു ബേസിക് ലെവലിലുള്ള ഡെഫിനിഷൻ മാത്രമാണ്. ആക്ച്വലി വാട്ട് ഇസ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ എൻട്രി ഓഫ് ദ സ്പേം ഇൻ ടു ദ എഗ്ഗിനകത്ത് സ്പേം കയറി കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ എഗ്ഗിന്റെയും സ്പേമിന്റെ ന്യൂക്ലിയസിന് നമ്മൾ പറയുന്ന പേര് പ്രോന്യൂക്ലിയസ് എന്ന് പറയും, അതായത് ഈ ഗ്യാമേറ്റിനകത്ത്. അപ്പൊ ഈ പ്രോന്യൂക്ലിയസുകൾ രണ്ടും ഒറിജിനൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ടുള്ളതാണ് പ്രോ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫുൾ ഫോമിൽ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ പ്രോ പറയുന്നത്. അപ്പൊ ഈ പ്രോന്യൂക്ലിയസുകൾ രണ്ടും കൂടെ എന്താണ്, ഫ്യൂസ് ചെയ്യും. എപ്പോഴാണ്? ഈ എഗ്ഗിനകത്തേക്ക് ഒരു സ്പേം, ആ സ്പേമിന്റെ ന്യൂക്ലിയസ് കയറി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടൈം പിന്നെ എടുക്കും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ, ഒന്ന് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സ്പേമിന്റെ പിന്നെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നറിയാമോ, മറ്റൊരു സ്പേമിന്റെ ന്യൂക്ലിയസും ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എഗ്ഗിന് ചുറ്റുമായിട്ട് തന്നെ ഒരു വലയം ഉണ്ടാക്കും. അത് ഇതിന്റെ അടുത്ത ഏതെങ്കിലും സ്പേമുകൾ വന്ന് ഇതിനെ തള്ളി അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറുന്നതിന്റെ അതിന്റെ എൻട്രിയെ ഇത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ അകത്ത് ഫസ്റ്റ് കയറിയത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കും. അടുത്ത സെമ്മിൽ നിങ്ങൾക്ക് 6th സെമ്മിൽ ഒരു എംബ്രിയോളജിയുടെ ക്ലാസ്, എംബ്രിയോളജി ഉണ്ട്, അതായത് ഡെവലപ്മെന്റൽ ബയോളജി ഉണ്ട് പഠിക്കാൻ. അതിനകത്ത് ഫെർട്ടിലൈസേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു എന്താണ്, സ്പേം ഇങ്ങോട്ട് വന്ന് കയറിയതിന് ശേഷം അതിനകത്ത് കയറി കഴിയുമ്പോൾ തന്നെ അതിന് സമാധാനമാകും. അത് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ അങ്ങനെ കയറി വന്ന വഴിയിൽ നിന്ന് അത് അവിടെ നിന്നതിന് ശേഷം അത് എന്താണ്, ഒരു തരത്തിലൊരു ഒബ്സർവേഷൻ ആണ്. നോക്കും എവിടെയാണ് എഗ്ഗിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്നതെന്ന്. എന്നിട്ട് അവിടേക്ക് അത് നേരെ പോകും. അങ്ങോട്ടുള്ള ഒരു റൂട്ട്, ഓരോ റൂട്ടിന്, ഈ കയറി വന്ന റൂട്ടിന് പേരുണ്ട്, ഇത് തിരിഞ്ഞു പോകുന്ന ന്യൂക്ലിയസിലേക്ക്, എഗ്ഗിന്റെ ന്യൂക്ലിയസിലേക്ക് പോകുന്ന റൂട്ടിന് പേരുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ എഗ്ഗിന്റെയും സ്പേമിന്റെയും ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഇവിടെയാണ് എഗ്ഗിന്റെ അകത്ത് ഒരു എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സ്പേം ന്യൂക്ലിയസിനകത്ത് വേറൊരു എക്സ് ഇരുന്നെങ്കിൽ ഈ സമയത്ത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പം എന്തുണ്ടായി, എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടായി. ആൻഡ് ദാറ്റ് ഇസ് ദ ടൈം ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്. അതാണ് ഒരു ഫീമെയിലിനെ അവിടെ ഡിറ്റർമിൻ ചെയ്തു. ഇൻ ദ കേസ് ഓഫ് XX ഫീമെയിൽ ആൻഡ് XY മെയിൽ എന്ന് പറയുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ, ഇത് പലപ്പോഴും XX ഫീമെയിലും XY മെയിലും തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ XX മെയിൽ വരാറുണ്ട്. അതൊക്കെ നമുക്കിപ്പോ ഇങ്ങോട്ട് പോകുമ്പോൾ കാണാം എന്താണ് ഈ സെക്സ് ഡിറ്റർമിനേഷന്റെ ഫാക്ട് എന്താണ്. അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, എന്താണ് മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. സെവറൽ തിയറീസ് ഹാവ് ബീൻ പ്രപ്പോസ്ഡ് and several forward theories are also put forwarded by different scientists. അങ്ങനെയുള്ള കുറെ തിയറീസിനകത്ത് ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ചിലതൊക്കെ കൊള്ളാം എന്ന് തോന്നി അതൊക്കെ എടുത്തിട്ടുണ്ട്. തെറ്റാണെങ്കിലും കൊള്ളാം, അതിന്റെ ഐഡിയ കൊള്ളാം, അല്ലെ ആ സമയത്ത് അതിനുണ്ടായിരുന്ന പ്രാധാന്യം വെച്ചൊക്കെ അതിനെ നോക്കിയതിന് ശേഷം ഇതുപോലെയുള്ള കുറെ തിയറീസ് ഉണ്ട്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ തിയറീസ് എല്ലാം ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. നമുക്ക് പല പല ഓർഗാനിസത്തിനകത്തും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തിയറികളാണ്. ഏകദേശം ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള തിയറിയാണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണ് ആ മെക്കാനിസം? ഇതെല്ലാം ഒന്നിന്റെ പല ഭാവങ്ങൾ ആണെങ്കിലും
ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ക്രോമസോം തിയറി ആണ് ആദ്യം പറയുന്നത്, ക്രോമസോം തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. പിന്നെ പറയുന്നത് ജീനിക് ബാലൻസ് തിയറി. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടേംസ് തന്നെയാണ് പറയുന്നത്. അടുത്തത് സിംഗിൾ ജീൻ ഇഫക്റ്റ് തിയറി, എൻവയോൺമെന്റൽ തിയറി. ഇങ്ങനെയുള്ള 4 മെക്കാനിസങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട്. ക്രോമസോം തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രോമസോം തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ എന്തായിരിക്കും ഇവിടെ പറയുന്നത്? സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രത്യേക തരത്തിലുള്ള ജീനുകളാണെന്നാണ് അവർ പറയുന്നത്. അത് പ്രത്യേകമായ ഒരു ക്രോമസോമിനകത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ 2 തരത്തിലുള്ള ക്രോമസോംസ് ഇതിനകത്ത് ഉണ്ടായിരിക്കാം. അതും നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എക്സ് എന്നും വൈ എന്നും പറയുന്ന ക്രോമസോം ഉണ്ട്. അതിനു പുറമെ വേറെ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഓട്ടോസോം എന്നും സെക്സ് ക്രോമസോം എന്നും പറയുന്ന ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ക്രോമസോം തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, സെക്സ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സ്പെസിഫിക് ജീൻസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സെക്സ് ക്രോമസോംസ്. On the basis of that, ഈ സെക്സ് ജീൻസ് ഉള്ളതിന്റെ ബേസിസിൽ വെച്ച് തന്നെ there are 2 kinds of chromosomes in dioecious organisms. Dioecious ആയിട്ടുള്ള ഓർഗാനിസം, 2 സെക്സുകളും വേറെ വേറെ ഓർഗാനിസത്തിൽ കാണുന്നതിനെ നമ്മൾ ഡയോഷ്യസ് എന്ന് പറയുന്നു, ഇല്ലേ? ബൈസെക്ഷുവൽ, ഇല്ലേ? അങ്ങനെയുള്ള ഓർഗാനിസത്തിനകത്ത് ഓട്ടോസോംസ് എന്നും സെക്സ് ക്രോമസോംസ് എന്നും 2 തരത്തിലുള്ള ക്രോമസോംസ് ഉണ്ട്, നമുക്കറിയാം. 2 kinds of sex chromosomes. ഇതിനകത്തുള്ള സെക്സ് ക്രോമസോംസ് തന്നെ എങ്ങനെയാണ് കാണുന്നത്? എക്സ് ആൻഡ് വൈ എന്ന് കാണാം. ഇത് എവിടുത്തെ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ഹ്യൂമൻ. ഹ്യൂമന്റെ കണ്ടീഷനിൽ എക്സും വൈയും. ഇനി ഡ്രോസോഫിലയുടെ കണ്ടീഷനിലാണെങ്കിലും എക്സ് വൈ തന്നെയാണ്. എന്നാലും പറയുമ്പം ഇതിനെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എക്സ് വൈ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ 2 കൈൻഡ്സിനകത്ത് ഓട്ടോസോംസ് എന്ന് പറയുന്നത് ഹൗ മെനി നമ്പേഴ്സ്? ദാറ്റ് ഈസ് 44 ഇൻ നമ്പർ ഓർ 22 പെയർസ്. അതുകൊണ്ട് ഇതിനെ 2a എന്ന് നമ്മൾ സാധാരണ ചെയ്തു വെക്കാറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എഴുതി വെക്കുന്നത് 2a plus xx അല്ലെങ്കിൽ 2a plus xy എന്ന് കാണിക്കാറുണ്ട്. ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് പ്രസന്റ് ഇൻ എ ഹ്യൂമൻ ഫീമെയിൽ ഓർ മെയിൽ. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് xx എന്നും xy എന്നും 22a എന്ന് കാണിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പൊ 2 kinds of sex chromosome എന്ന് പറഞ്ഞു, എക്സ് ആൻഡ് വൈ. എക്സ് എവിടെയാ കാണുന്നത്? ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് ദ സെക്സസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് ദ എക്സ് ക്രോമസോം, ബട്ട് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ദ ഫീമെയിൽ possess 2 X chromosome, but the male have only 1. But the Y chromosome, that is only found in male sex. Male and female species differ from each other in their sex chromosome complement. അവരുടെ മെയിലിന്റെയും ഫീമെയിലിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? സെക്സ് ക്രോമസോമിനകത്ത് വരുന്ന വ്യത്യാസം, അതിനകത്ത് വരുന്ന ജീനുകൾക്കുള്ള വ്യത്യാസം ഇതായിരിക്കും അതിനകത്ത് കാണിക്കുന്നത് എങ്കിൽ ആ ചെറിയ തരത്തിലുള്ള ഒരു വേരിയേഷൻ, and that may leads to a wide variation in its phenotypic character, അല്ലേ? അതുപോലെ മെയിൽസിനകത്തും ഫീമെയിൽസിനകത്തും ഇതുപോലെയുള്ള ഡബിൾ എക്സും അല്ലെങ്കിൽ സിംഗിൾ എക്സും വന്നതിന് ശേഷം അതിന്റെ കൂട്ടത്തിൽ വൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ എന്താണ് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു സെക്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന പറയുന്നത്. Reptiles, birds, butterflies, etc. Males has a pair of X chromosomes. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ്, ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ മെയിൽ ഹാസ് എ പെയർ ഓഫ് എക്സ് ക്രോമസോംസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എക്സ് എക്സ് ഫീമെയിൽ എന്നും എക്സ് എക്സ് മെയിൽ എന്നും ഉണ്ട്. ഇവിടെ മെയിലിനാണ് 2 എ പെയർ ഓഫ് എക്സ് ക്രോമസോം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ എക്സ് എക്സ് എന്നും എക്സ് വൈ എന്നും ഒക്കെ ക്രോമസോമിനകത്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ how these chromosomes are to be distinguished എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നെയിമിങ് കൊടുത്തേക്കുന്നത്. Then what is the difference between the X and Y? അതിന് വ്യത്യാസമുണ്ട്, അല്ലെ? 2 X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is homozygosity ആണ്, രണ്ടും ഒരേപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ.
ക്രോമസോമൽ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ് മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആസ് എ ഹോൾ ഒരുമിച്ച് പറയാണ് എന്തൊക്കെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇനി 1 by 1 ആണ് പറയുന്നത്. ക്രോമസോം തിയറി പറയുന്നത് എന്താണ്, ക്രോമസോമുകളിലാണ് ഈ സെക്സ് ഡിറ്റർമിനേഷൻ ഉള്ള ജീനുകൾ ഇരിക്കുന്നത്. അത് സ്പെസിഫിക് ആയിട്ടുള്ള ക്രോമസോമുകൾ തന്നെയുണ്ട്. ആ ക്രോമസോമിന് സെക്സ് ക്രോമസോം എന്ന് പേര് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടേ പഠിച്ചതാ. അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് എന്താണ് ഈ മെക്കാനിസം, ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ദിസ് മെക്കാനിസം ആർ ഹൈലി വേരിഡ് 3 മെയിൻ കാറ്റഗറീസ്. 3 മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസിലാണ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ് പറയുന്നത്? ഫീമെയിൽ ഹോമോഗമേസിസ്, ഫീമെയില് ഹോമോഗാമേറ്റ് ആണ്, അല്ലെ ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആയിരിക്കും അല്ലെ. ഫീമെയിൽസിന്റെ ഗാമേറ്റുകൾ സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലോ മെയില് എന്തായിരിക്കും, ഹെട്രോഗമേസിസ് ആയിരിക്കും. അതാണ് XX ഫീമെയിലും XY മെയിലും എന്ന് പറയുന്ന എക്സാമ്പിൾ. അതുപോലെ മെയിൽ ഹോമോഗാമേസിസും ഉണ്ട്, ഫീമെയിൽ ഹെട്രോഗാമേസിസും ഉണ്ട്. അപ്പം മെയില് പിന്നെ ഈ പറഞ്ഞ പോലെ XX വരും, ഫീമെയിൽ XYയും വരാം. ഇനി എപ്പോഴും Xും Yയും മാത്രമാണോ റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ല, വേറെ ചില ലെറ്റേഴ്സ് വെച്ചും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ Xും Yയും പറയുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് Z എന്നും W എന്നും വേറെ ചില ലെറ്റേഴ്സും കൂടെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിഫറൻസും ഒക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. അടുത്ത ഒരെണ്ണം മെയിൽ ഹാപ്ലോയിഡി ആൻഡ് ഫീമെയിൽ ഡിപ്ലോയിഡി. മെയിൽ ആരാണ്? ഹാപ്ലോയിഡും ആകാം. ഹാപ്ലോയിഡ് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. ഡിപ്ലോയിഡ് ആണ് മോസ്റ്റ് ഓഫ് ദ ഹയർ ഓർഗാനിസംസിന്റെ കണ്ടീഷൻ എങ്കിൽ ചില സമയത്ത് മെയിൽ ഹാപ്ലോയിഡ് ആയിട്ട് വരും, അതേ ഓർഗാനിസത്തിന്റെ തന്നെ ഫീമെയിൽ ഡിപ്ലോയിഡ് ആയിട്ട് വരും. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹണീബി ആണ്. ഹണീബിക്കകത്ത് ഫീമെയിൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡും ഈ മെയിൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡുമാണ്. അവിടെയുള്ള കണ്ടീഷൻ അതാണ്. അപ്പൊ അങ്ങനെയുള്ളതും ക്രോമസോമൽ ഡിറ്റർമിനേഷൻ ആണ്, അല്ലെങ്കിൽ ക്രോമസോമൽ മെക്കാനിസം ആണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫീമെയിൽ ഹോമോഗാമേസിസ്, ഫീമെയില് ക്രോമസോമുകൾ രണ്ടും ഒരേപോലെ തന്നെ വരുന്നു, അതേസമയം മെയിലിന്റെ ക്രോമസോമുകൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നു. അതേപോലെ തന്നെ അടുത്തത് പറയുന്നത് മെയിലിൻ്റെത് സെയിം ആയിട്ട് വരും, ഫീമെയിലിൻ്റെത് ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ അടുത്തത് നമുക്ക് ഇതിനെ ആണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് നോക്കേണ്ടത്. ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ അകത്ത് അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, ഫീമെയിൽ ഹോമോഗാമേസിസിനെ എങ്ങനെയൊക്കെ കാണിക്കാമെന്ന് നോക്കിക്കേ. മെയിൽ ഹെട്രോഗാമേസിസ്, ഫീമെയിൽ ഹോമോഗാമേസിസ് ആൻഡ് മെയിൽ ഹെട്രോഗാമേസിസ്. ഫീമെയിൽ രണ്ട് XX, മെയിലിന് XO എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, XX ഫീമെയിൽ ഇതേപോലെ തന്നെ, പക്ഷെ ഇവിടുത്തെ മെയിലിന്റെ ഹെട്രോഗാമേസിസ് കാണിച്ചേക്കുന്നത് അല്പം ഡിഫറെന്റ്, ഒരു ലെറ്റർ മാറ്റിയിട്ടുണ്ട്, XY. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ആലോചിക്കാം. ഈ O എന്ന് നമുക്ക് വായിക്കുന്നതിന് വേറൊരു പേരിൽ നമുക്ക് വായിക്കാം, 0 എന്ന് വേണമെങ്കിലും വായിക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ക്രോമസോം മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഗാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് 2 തരത്തിലുള്ള ഗാമേറ്റുകൾ ഉണ്ടാകാം. ഒന്ന് X ഉള്ള ഒരു ഗാമേറ്റും ഉണ്ടാകാം, X എന്ന് പറയുന്ന ഈ പറയുന്ന സെക്സ് ക്രോമസോം ഇല്ലാത്ത ഗാമേറ്റും ഉണ്ടാകാം, അല്ലെ. അപ്പൊ ഈ സെക്സ് ക്രോമസോം ഇല്ലാത്ത ഗാമേറ്റ് എന്ന അർത്ഥത്തിൽ ഈ 0 എന്ന് വേണമെങ്കിൽ പറയാം. അതും ഇതിനകത്തുള്ള ഒരു Xും കൂടെ ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും, ഈ നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന മെയിൽ തന്നെയാകും. അതേസമയം ഈ X ഉള്ള ഗാമേറ്റും ഈ Xും കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ഫീമെയിൽ ആയിരിക്കും. അപ്പൊ ഈ XOയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്താണ്, ഒരു X മാത്രമേ ഉള്ളൂ, ഒരെണ്ണം, ഒരു ഗാമേറ്റിന് 50, there is a chance for appearance of the percentage of gamete having no X chromosome. X chromosome ഇല്ലാത്ത ഗാമേറ്റ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി 50% ആണെന്ന് ഇതിനകത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. 50% ചാൻസ് ഫോർ എന്താണ്, ക്രോമസോം the gamete having X chromosome. ഇനി XX ഫീമെയിലും XY ഫീമെയിലിനും ഇതേപോലെ തന്നെയാണ്. ഇവിടെ അടുത്ത ഒരെണ്ണം പറയുന്നു XX ഫീമെയിൽ ആൻഡ് XY1 Y2 മെയിൽ മെക്കാനിസം. ഇതാണ് 3 ഡിഫറെന്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, മെയിലിനകത്ത് XY1ഉം Y2, പക്ഷെ ഇത് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് നമുക്ക് പഠിക്കാനില്ല ഇതിനകത്ത്. എന്നാലും ഫീമെയിൽ
സോറി, ഈ ഗ്യാമേസിസ് അത് തന്നെ, ഫീമെയിൽ ഹോമോഗ്യാമസിസും മെയിൽ ഹെട്രോഗ്യാമസിസിനകത്തും പറയുമ്പോൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഇമ്മ്യൂൺ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനായിട്ട് സിലബസിനകത്ത് ഇത് രണ്ടും കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൽ ഹോമോഗ്യാമസിസ് ആൻഡ് ഫീമെയിൽ ഹെട്രോഗ്യാമസിസ് ദി റിവേഴ്സ് കണ്ടീഷൻ ആണ്, ഈ പറഞ്ഞേക്കുന്നതിന്റെ റിവേഴ്സ് ആണ്. ഇവിടെ മെയിൽ ഹോമോ ആയി, ഫീമെയിൽ ഹെട്രോ ആയി. അതിന്റെ എന്താണ് പാറ്റേൺ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എക്സ് മെയിലും എക്സോ ഫീമെയിലും. ഇവിടെ വന്നേക്കുന്നതിനെ തിരിച്ചു പറയുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെക്കാനിസവും കൂടെ അല്ലെങ്കിൽ വേറൊരു റെപ്രസെന്റേഷൻ സയന്റിഫിക് വേൾഡ് ചെയ്തിട്ടുണ്ട്. ഇസഡ് മെയിൽ. ഇത് എന്താണ്, ഈ എക്സിന് പകരം ഇസഡ് എന്ന് പറഞ്ഞേക്കാണ്, എക്സോയ്ക്ക് പകരം ഇസഡ് ഒ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ് മെയിൽ, എക്സ് വൈ ഫീമെയിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ എപ്പോഴും എക്സ് ഫീമെയിൽ എന്ന് കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സ് വൈ മെയിൽ എന്നേ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ ഫീമെയിൽ ഉണ്ട്. ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇസഡ് എന്ന് പറഞ്ഞ് മെയിലിനെയും ഇസഡ് ഡബ്ല്യു എന്ന് പറഞ്ഞ് ഫീമെയിലിനെയും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയും എന്തുണ്ട്, ഹോമോഗ്യാമേസിസും ഹെട്രോഗ്യാമേസിസിനെയും ക്രോമസോമൽ മെക്കാനിസം സെക്സ് ഡിറ്റർമിനേഷനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്ലോയിഡിയും, മെയിൽ ഹാപ്ലോയിഡിയും ഫീമെയിൽ ഡിപ്ലോയിഡിയും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സംഭവമാണ്. ഇതും നമുക്ക് വിശദമായിട്ട് പഠിക്കാനൊന്നുമില്ല. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. എന്താണ് ഹാപ്ലോയിഡ്, ഞാനത് വരുന്ന സമയത്തൊന്ന് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പം എന്താണ്, ഹണി ബീസിനകത്ത് മെയിലിൻ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് എഗ് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നത് മെയിൽസും ആയിരിക്കും, ഡിപ്ലോയിഡ് എഗ്സ് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നത് ഫീമെയിൽസും ആയിരിക്കും. വളരെ സിമ്പിളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സി എക്സ് ഫീമെയിൽ ആൻഡ് എക്സോ മെയിൽ മെക്കാനിസം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ. നിമറ്റോഡ്സ് ഉണ്ട്, സ്പൈഡേഴ്സ്, കോക്രോച്ചസ്, ഗ്രാസ് ഹോപ്പർ, ബഗ്സ്, ഇങ്ങനെയുള്ള ധാരാളം ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്തായിരിക്കും അവിടെ, ഫീമെയിൽസ് ഹോമോ ഗ്യാമേസിസുമായിരിക്കും. എക്സോ എന്ന് പറയുന്നത് മെയിൽ മെക്കാനിസം, ഒന്നിനകത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗ്യാമേറ്റിന് 50% ചാൻസ് ഫോർ ദ ആബ്സെൻസ് ഓഫ് എക്സ് ക്രോമസോം ആണ് പറയുന്നത് അല്ലെ. ദിസ് മെക്കാനിസം ഹാസ് ബീൻ സ്റ്റഡീഡ് ഇൻ എ ബഗ്, പ്രോട്ടിനോർ എന്ന് പറയുന്ന ഒരു ബഗിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോട്ടിനോർ സിസ്റ്റം എന്ന് നെയിം ചെയ്തിട്ടും ഉണ്ട്. ഇതിനെയാണ് ഈ എക്സ് ഫീമെയിൽ എക്സോ മെയിൽ മെക്കാനിസത്തിന്റെ വേറൊരു പേരാണ് പ്രോട്ടിനോർ സിസ്റ്റം. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സ്റ്റഡീഡ് ബഗ്, നെയിം ഓഫ് ദ ബഗ് പ്രോട്ടിനോർ. അപ്പൊ അവിടെ ഫീമെയിലിന്റെ ഫോർമുല പറയുന്നത് 2a + XX എന്ന് പറഞ്ഞാൽ എന്താണ്, 2a എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഓട്ടോസോം ആണ്, ഡിപ്ലോയിഡ് ആയതുകൊണ്ടാണ് 2 എന്ന് കാണിച്ചേക്കുന്നത്. അപ്പൊ 2a + XX, ഇതും ഡിപ്ലോയിഡ് ആണല്ലോ ഈ കാണിച്ചേക്കുന്നത്. ഡിപ്ലോയിഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും എക്സ് ഓന്ന് തന്നെ കാണിച്ചേക്കുന്നത്. അപ്പൊ 2a + XX ആണ് ഫീമെയിലിൻ്റെതെങ്കിൽ മെയിൽ ഫോർമുല is 2a + XO. 2a is equal to diploid set of autosomes. അത് നമ്മളിപ്പോൾ പറഞ്ഞതാ. During gamete formation എന്താണ്, each ovum gets an X chromosome whereas only 50% of sperm will gets the X chromosome and 50% will not get it. നമുക്ക് ഇവിടെ നോക്കൂ, ഈ പറഞ്ഞേക്കുന്ന XX ഫീമെയിലിനെയും XO മെയിലിനെയുമാണ് ദേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ എന്താണ്, രണ്ടും ഉള്ളത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് പറയുന്നു. എന്ത്, ഒരു ഗാമേറ്റ് ആയില്ല, അതിന്റെ പേരന്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഒരു പേരന്റൽ ബോഡിയിൽ ഇങ്ങനെയാണ് ഡിപ്ലോയിഡ് ആയിട്ട് കാണും. അതിനകത്തുനിന്ന് എന്തുണ്ടാകും, ഗാമേറ്റുകൾ ഫോം ചെയ്യും. ഇത് ഫീമെയിൽ ആയതുകൊണ്ട് എഗ് ആണ് ഈ ഗാമേറ്റുകൾ അല്ലെ, ഇത് മെയിൽ ആയതുകൊണ്ട് ഇത് രണ്ടും സ്പേം ആണ്. അപ്പൊ എന്താണ് പോസിബിലിറ്റി, ദ പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് എ ഗാമേറ്റ് ഓർ ആൻ ഓവം having one X chromosome and other one also having one X chromosome. That means 100% egg possess one X chromosome. ഒരു X chromosome ഉള്ള എഗ് ആയിരിക്കും മൊത്തം എണ്ണവും ഉണ്ടാകുന്നത്. അതാണ് ഈ ഹോമോ ഗ്യാമേസിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം മെയിലിന് രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റുകൾ ഉണ്ടാകാം ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ക്രോമസോം. അപ്പൊ ഇവിടെ ഒരു ക്രോമസോമിനകത്ത് അല്ലെങ്കിൽ ഒരു സ്പേമിനകത്തേക്ക് എക്സ് പോകാം, അതേസമയം മറ്റൊരു സ്പേമിനകത്തേക്ക് എന്ത് പോകാം, ഈ പറയുന്ന O എന്ന് കാണിച്ച അല്ലെങ്കിൽ 0 എന്ന് കാണിച്ചേക്കുന്ന ഈ ഒരു റെപ്രസെന്റേഷൻ പോകാം. ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് ക്രോമസോം, ഈ എക്സ് ക്രോമസോം ഇതിനകത്ത് ഇല്ല എന്ന് പറയുന്നു.
അപ്പൊ ഇതാണ് എന്താണ് 50%. ഇതിനകത്തൊരു 100 അല്ലെങ്കിൽ ഒരു 50 സ്പേം ഉണ്ടാവുകയാണെങ്കിൽ 100 എണ്ണത്തിനകത്ത് 50 എണ്ണവും എക്സ് ക്രോമസോം ഉള്ളത് ആകാം സ്പേമുകൾ. 50 എണ്ണത്തിന് എന്തുണ്ടാകാം? എക്സ് ഇല്ലാത്ത സ്പേമുകളും ഉണ്ടാകാം. അതാണ് പോസിബിലിറ്റി. കൃത്യം 50 തന്നെ വരണമെന്നൊന്നുമില്ല, പോസിബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ 50-50%, ഇവിടെ 100% എക്സ് ഉള്ള ഓവം തന്നെയാണ്. അപ്പൊ ഈ ഒരു എക്സും അതായത് ഈ ഒരു ഓവവും ഈ എക്സ് ഉള്ള ഒരു സ്പേമും കൂടെയാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ there is a possibility of എന്താണ്, അല്ലെങ്കിൽ ഷുവർ ആയിട്ടും എന്തുണ്ടാകും? ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അവിടെ റെഡി ആയി കഴിഞ്ഞു. അതേസമയം ഇതേ എക്സും ഈ ഒരു ഓ എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ആബ്സെന്റ് ആയിട്ടുള്ള ഒരു സ്പേമും കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ഇതുമായിട്ടുമാകാം അല്ലെ, ഇതുമായിട്ട് തന്നെയും ആകാം. ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് എല്ലാം 4 എണ്ണം ഉണ്ടാകാമല്ലോ. അപ്പോ ഇതുമായിട്ട് ഇവിടെ ഒരെണ്ണം കമ്പൈൻ, ഇത് രണ്ടിൽ ഏത് കാണിച്ചാലും ഒരേപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് രണ്ടുമായിട്ടാണ് ഈ കോമ്പിനേഷൻ ഫ്യൂഷൻ ഉണ്ടാകുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഒരു മെയിലായിട്ട് മാറും, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓൺലി 1 എക്സ് ക്രോമസോം. സോ അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ഇറ്റ് സെൽഫ് ദ സെക്സ് ഈസ് ഡിറ്റർമിൻഡ് അല്ലെ. ആ സെക്സ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. എക്സ് എന്നും എക്സോ എന്ന് പറയുന്ന type of sex determination that have happened in the fertilization process ഇല്ലേ. ഇതാണ് XX female XO male മെക്കാനിസത്തിനകത്ത് പറയുന്നത്. അതേപോലെ തന്നെ നോക്കൂ, XX മെയിൽ ആൻഡ് ഇവിടെ പറഞ്ഞതായിരുന്നു XX ഫീമെയിൽ. അതുകൊണ്ട് ഇവിടെ XX മെയിൽ ആൻഡ് XO ഫീമെയിൽ മെക്കാനിസം. ഇതിനെയാണ് നമ്മൾ വേറൊരു പേരിൽ പറഞ്ഞേക്കുന്നത് ZZ മെയിൽ എന്നും ZO ഫീമെയിൽ മെക്കാനിസം എന്നും പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഇവിടെ കുറെ എക്സാമ്പിൾ പറയും. ഈ എക്സാമ്പിളുകളെയൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം. സം മോത്ത്സ്, അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കൂടടച്ച് മോത്തിന് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ചില മൂത്തുകൾക്കുണ്ട്, ബട്ടർഫ്ലൈസിന് ചില ബട്ടർഫ്ലൈകൾക്കുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഓർഗാനിസം ചില പ്ലാന്റ്സിനകത്തും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. മെയിൽ പ്രൊഡ്യൂസ് ഓൺലി സിംഗിൾ കൈൻഡ് ഓഫ് സ്പേം. എന്താണ് കാരണം? എന്താണ്? രണ്ടും XX അല്ലെങ്കിൽ ZZ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്ന? XO എന്ന് പറയുന്ന അല്ലെങ്കിൽ ZO എന്ന് പറയുമ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു ഗാമേറ്റ്, അത് ഫീമെയിലിന്റെ കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉള്ളത്? അതിന് ഒരു എക്സ് ക്രോമസോം ആബ്സെന്റ് ഉള്ളതായിരിക്കും, മറ്റേതിന് ഒരെണ്ണം ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, there is a possibility of 50% of egg having the X or Z chromosome and the other having or other lacking the സെയിം ക്രോമസോം അല്ലെ. എക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന Z എന്ന് പറയുന്ന ക്രോമസോം ഇല്ലാത്തത് ആണ്. അപ്പൊ ബെയറിംഗ് ഓർ ലാക്കിംഗ് എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അതേസമയം മെയിലിനാണെങ്കിലോ 2 തരത്തിലുള്ള സ്പേം ഇല്ല, ഇവിടെ ഒരൊറ്റ തരത്തിലുള്ള സ്പേമുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. 100% സ്പേം ഹാവിംഗ് ദ എക്സ് ഓർ Z ടൈപ്പ് ഓഫ് ക്രോമസോം. അങ്ങനെയുള്ള ഇതിപ്പോ പേരന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇതെന്താണ്? ഇത് ഗാമേറ്റ് ആണ് കാണിച്ചേക്കുന്നത്. ഇവിടെ എന്തിനാ എ കാണിച്ചേക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗാമേറ്റിനകത്തേക്ക് പോയാലും എന്തുണ്ടാകും? ഇതിനകത്തും എല്ലാം ഉണ്ട്. അങ്ങോട്ട് പോയാലും എന്തുണ്ടാകും? ബാക്കിയുള്ള എല്ലാ ഓട്ടോസോംസും ഉണ്ടാകും. പ്ലസ് അതും എത്രയാണ്? ഈ ഹാപ്ലോയിഡ് നമ്പറേ ഉണ്ടാകത്തുള്ളൂ. ഹ്യൂമന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ 46 ആണെങ്കിൽ അത് ഒരു ഗാമേറ്റിൽ വരുമ്പോൾ 46 ഇല്ല 23 നമ്പർ ആയിട്ട് കുറയും. അപ്പോ 22 എണ്ണം ക്രോമസോമുകളാണ് അവിടെ വരേണ്ടത്. അതുപോലെ ഇവിടെ ഈ പർട്ടിക്കുലർ എന്തിനാ കാണിച്ചേക്കുന്നതെങ്കിൽ അതിന്റെ ഹാപ്ലോയിഡ് നമ്പർ പിന്നെ ഓട്ടോസോം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എ പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു എക്സ് അല്ലെങ്കിൽ ഈ Z ക്രോമസോമും അത് അങ്ങനെയുള്ള ഒരു സ്പേമും ഇവിടെ നിന്ന് ഒരു ഫീമെയില് Z ഉള്ള ഒരു ഫീമെയിലിന്റെ എഗ്ഗും കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത് എങ്കിൽ ഷുവർ ആയിട്ടും ഈ അടുത്ത ജനറേഷൻ വരുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ഇത് ഒരു മെയിലാണ്. സെയിം ടൈം ദ Z സ്പേം പ്ലസ് എന്താണ് ലാക്കിംഗ് Z ലാക്കിംഗ് എഗ് ഫ്യൂസ് ടുഗദർ മേക്ക് എ ഫീമെയിൽ ഇൻഡിവിജ്വൽ. ഒരു ഫീമെയിൽ ഇൻഡിവിജ്വൽ തന്നെ ഇവിടെ ഉണ്ടാകും അല്ലെ. ഇതൊരു ബട്ടർഫ്ലൈയുടെ എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് XX മെയിൽ ആൻഡ് XO ഫീമെയിൽ മെക്കാനിസം എന്ന് പറഞ്ഞേക്കുന്നത്. അടുത്തത് XX ഫീമെയിൽ XY മെയിൽ മെക്കാനിസം. ഇത്
ഹ്യൂമനകത്തും ഉള്ള മെക്കാനിസം തന്നെയാണ്. ഹ്യൂമനകത്ത് മാത്രമാണോ? അല്ല. ഇൻസെക്റ്റിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു ഡ്രോസോഫിലയ്ക്കകത്ത് ഇങ്ങനെ കണ്ടീഷൻ ആണ്. ചില ഫിഷസിനകത്തും ഇങ്ങനെയാണ്. അങ്ങനെ ധാരാളം എക്സാമ്പിൾസ് പറയാം. എല്ലാം കൂടെ നമ്മൾ പറയാതെ ചില എക്സാമ്പിൾസ് മാത്രം ഇവിടെ പറഞ്ഞേക്കാണ്. അപ്പൊ എസ്പെഷ്യലി ഹ്യൂമൻ ബീങ്സിനകത്ത് ഇത് കൂടുതലായിട്ടും ഇങ്ങനെ തന്നെയാണ്. അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുമുണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് തന്നെ പഠിക്കാനും ഉണ്ട്. അപ്പൊ എക്സ് ഫീമെയിൽ, XY മെയിൽ മെക്കാനിസം എന്ന് ചോദിച്ചാലും ഹ്യൂമൻ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് ചോദിച്ചാലും നമുക്കിത് ഒരേപോലെ എഴുതാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ XX ഫീമെയിൽ, XY മെയിൽ മെക്കാനിസത്തിനകത്ത് എക്സാമ്പിൾ പറയുന്നത് ഹ്യൂമൻ ഉണ്ട്, സെവറൽ ഇൻസെക്ട്സ് ഉണ്ട്, ഫിഷസ് ഉണ്ട്. ഇവിടെ ഫീമെയില് എങ്ങനെയാണ്? ഹോമോഗാമേറ്റിക് ആണ്, XX ആണ് അല്ലെ? അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 2A + XX എന്ന് പറയും. അതേസമയം മെയിൽ എന്ന് പറയുന്നത് ഹെറ്ററോഗാമേറ്റിക് ആണ്, 2A + Y എന്ന് പറയും. ഓക്കെ, ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് അതിനെ ചെയ്തു തരാം, കാരണം ഇത് ടൈം കുറച്ച് കൂടുതലാവും.